ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് മരുഭൂമിയിലെ പരീക്ഷണം സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈശോ ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തുകയും സ്ഥാപിക്കുകയുമാണ് ഈ വിവരണത്തിലൂടെ. പ്രലോഭനം എന്നതിലുപരി ഈ ഭാഗത്തെ മരുഭൂമിയിലെ പരീക്ഷണങ്ങളായിട്ട് വേണം മനസ്സിലാക്കാൻ. വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രലോഭനങ്ങൾക്ക് 3 കാരണങ്ങളാണുള്ളത്: ശരീരത്തിൻ്റെ ദുരാശ, മഹത്വത്തിനുള്ള ആഗ്രഹം, അധികാരത്തിനായുള്ള ഭ്രമം. ഇവയെ നേരിടുക എന്നതാണ് പ്രലോഭനങ്ങളെ ജയിക്കുവാനുള്ള ആദ്യ പടി എന്നാണ് വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞു വയ്ക്കുക. ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രാമധ്യേ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിനെയാണ് ഈ വിവരണം ആദ്യമേ അനുസ്മരിപ്പിക്കുന്നത്. ആ 40 വർഷവും ഇസ്രായേൽ ജനം പല വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടു, പ്രലോഭന വിധേയരായി, പരാജയപ്പെട്ടു. ഇസ്രായേൽ പരാജയപ്പെട്ടെടുത്ത് രക്ഷകനായ മിശിഹ വിജയം വരിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ തിരുത്തി രക്ഷാചരിത്രം പൂർത്തിയാക്കുന്നതായി സുവിശേഷകൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിലെ മോശ മലമുകളിൽ ചെലവഴിച്ച 40 ദിവസത്തെയും 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലെ ഏലിയ ഹൊറേബ് മലയിലേക്ക് നടത്തിയ 40 ദിവസത്തെ യാത്രയെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ 2 പേരും ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. ഉപവാസത്തിൻ്റെ ദിനങ്ങളായിരുന്നു അത്. മരുഭൂമി പിശാചിൻ്റെ വാസസ്ഥലമായി കരുതപ്പെട്ടിരുന്നു. പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു പിശാചിനെ അതിൻ്റെ കോട്ടയിൽ കടന്നാക്രമിച്ചു പരാജയപ്പെടുത്തി എന്നാണ് ഈ സുവിശേഷം തന്നെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ച് തരിക. പരീക്ഷിക്കപ്പെടുന്നതിനായി യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പരീക്ഷിക്കപ്പെടുക എന്ന വിവർത്തനം ചെയ്യുന്ന പെരിരാസോ എന്ന ഗ്രീക്ക് വാക്കിന് പ്രലോഭിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. വിശ്വാസവും വിശ്വസ്തതയും തെളിയിക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് പരീക്ഷിക്കുന്നതിലെ ലക്ഷ്യം. ഇത് ദൈവം ചെയ്യുന്നതായി ബൈബിളിൽ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുദാഹരണമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. ഇവിടെ അബ്രാഹത്തിൻ്റെ വിശ്വാസം തെളിയിക്കുവാനുള്ള അവസരമായിരുന്നു പരീക്ഷ. അബ്രാഹാം അതിൽ വിജയിച്ചു. എന്നാൽ പ്രലോഭനത്തിൻ്റെ ലക്ഷ്യം വ്യത്യാസമാണ്. തിന്മയിലേക്ക് നയിക്കുക, ദൈവഹിതത്തിൽ നിന്നും വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് പ്രലോഭനത്തിൻ്റെ ലക്ഷ്യം. പറുദീസായിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾ നേരിട്ടത് ഇപ്രകാരമുള്ള ഒരു പ്രലോഭനമായിരുന്നു. യാക്കോബിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: താൻ ദൈവത്തിനാലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയിൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല എന്ന് യാക്കോബിൻ്റെ ലേഖനം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്: പ്രലോഭനം ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണ് വരിക എന്ന്. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: ഇവിടെ യേശു നേരിട്ടത് പരീക്ഷണമോ പ്രലോഭനമോ എന്ന്? ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിന്നും അത് ഒരു പരീക്ഷണമായിരുന്നു. ആദവും ഇസ്രായേലും പരാജയപ്പെട്ടെടുത്ത് വിജയം വരിക്കുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ പാപത്തിൻ്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുക. എന്നാൽ പരീക്ഷണത്തിന് ഉപകരണമാക്കപ്പെട്ട പിശാചിൻ്റെ ലക്ഷ്യം പരീക്ഷിക്കുകയല്ല, യേശുവിനെ പ്രലോഭിപ്പിച്ച് ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സഹനം ദൈവത്തിൽ നിന്ന് അല്ല, കാരണം ഇത് തിന്മയാണ്. ദൈവം നന്മയാണ്. നന്മയിൽ നിന്നും തിന്മ ഉണ്ടാകില്ല, പക്ഷേ പരീക്ഷയുണ്ടാകും. പരീക്ഷ ദൈവത്തിൽ നിന്നാണ് വരിക. പരീക്ഷയുണ്ടെങ്കിലേ പ്രമോഷനുള്ളൂ. നമ്മുടെയൊക്കെ മക്കൾ പരീക്ഷയ്ക്ക് പോയാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് അവർക്ക് പ്രമോഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരീക്ഷകൾ എപ്പോഴും നമ്മെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുള്ള മാർഗങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ക്ഷമയുണ്ടോ എന്നറിയണമെങ്കിൽ എല്ലാവരും നമ്മെ സ്നേഹിച്ചാൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല. മറിച്ച് ആരെങ്കിലുമൊക്കെ നമ്മെ ദേഷ്യപ്പെടുത്തുവാനായിട്ട് ഉണ്ടാകണം. അതുകൊണ്ട് പരീക്ഷ എപ്പോഴും
നമ്മുടെ ഉള്ളിലെ നന്മകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരീക്ഷകളെ നേരിടുക, സഹനങ്ങളെ തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.